പാറശാല ഷാരോൺ വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒന്നാം പ്രതി ഗ്രീഷ്മയുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഗ്രീഷ്മയുടെ അപ്പീലിൽ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയുടെ നോട്ടീസ് നൽകി. മൂന്നാം പ്രതി നിർമ്മല കുമാരൻ നായരുടെ ശിക്ഷാവിധി മരവിപ്പിച്ചിട്ടുണ്ട്. നിർമ്മല കുമാരന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജാമ്യം നൽകി. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ ഈ ശിക്ഷയിന്മേലാണ്, വിചാരണ കോടതിയുടെ ശിക്ഷയിന്മേലാണ് ഗ്രീഷ്മ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തെളിവുകൾ പരിഗണിക്കുന്നത് വിചാരണ കോടതിക്ക് വീഴ്ച സംഭവിച്ചു, നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിക്ക് വിചാരണ നടത്താനുള്ള അധികാരമില്ല തുടങ്ങിയ വാദങ്ങളാണ് ഗ്രീഷ്മ ഉന്നയിക്കുന്നത്. നിലവിൽ ഹൈക്കോടതി ഈ കേസ് ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റ് നടപടികൾ ഇനി തുടർ നടപടി, അതായത് ഇനി കേസ് ഇനി എന്നായിരിക്കും പരിഗണിക്കുക? ഇക്കാര്യത്തിൽ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയാണ് തനിക്ക് ചുമത്തപ്പെട്ട വധശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്രീഷ്മ ഹർജി നൽകിയിരിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനാണ്. മതിയായ തെളിവുകളില്ലാതെയാണ് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചത് എന്നാണ് ഗ്രീഷ്മ പ്രധാനമായും ഹൈക്കോടതി നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, നെയ്യാറ്റിൻകര സെഷൻസ് കോടതിക്ക് വിചാരണ നടത്താനുള്ള അധികാരമില്ല. കീഴ്ക്കോടതിക്ക് വിചാരണ ഘട്ടങ്ങളിൽ പല പിഴവുകളും സംഭവിച്ചിട്ടുണ്ട്. പാരസിറ്റമോൾ ആണ് കലക്കിയിരുന്നു എന്നുള്ളത് ശാസ്ത്രീയമായി തെളിവുകളില്ല. ഷാരോണിന്റെ രക്തസാമ്പിളിൽ നിന്ന് വിഷാംശം ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടില്ല. അതുപോലെ വിഷം ഉള്ളിച്ചെന്നത് മൂലമാണ് ഷാരോണിന്റെ മരണം സംഭവിച്ചതെന്ന് കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല, ഷാരോണിനെ കൊല്ലണമെന്ന ഉദ്ദേശം ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നില്ല. ഗ്രീഷ്മയുടെ വിവാഹത്തിന് ഷാരോൺ ഒരു തടസ്സമായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു ഹർജിയിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മാത്രമല്ല, ഈ നിർമ്മല കുമാരൻ നായർ, ഗ്രീഷ്മയുടെ അമ്മാവൻ, അദ്ദേഹം മൂന്നാം പ്രതിയാണ് കേസിലെ. പുള്ളിയുടെ ജാമ്യം നൽകാനുള്ള ഒരു സാഹചര്യം കൂടി ആണ് ഹൈക്കോടതി ഇപ്പോൾ കണക്കിലെടുത്തിട്ടുണ്ട്. ഗ്രീഷ്മയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നടപടികൾ അല്ലെങ്കിൽ തുടർ നടപടികൾ പൂർണ്ണമായ ശേഷം മാത്രമേ ഈ കാര്യത്തിൽ ഗ്രീഷ്മയ്ക്ക് ജാമ്യം നൽകുകയോ പരോളിൽ ഇറങ്ങാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അതുമൊക്കെ അതിനുശേഷമേ പരിഗണിക്കുകയുള്ളൂ. വധശിക്ഷ ആയതുകൊണ്ട് തന്നെ ഇത് ഹൈക്കോടതി കഴിഞ്ഞാൽ തന്നെ, അതായത് ഹൈക്കോടതി ഈ ഹർജി തള്ളിയാൽ തന്നെ അത് സുപ്രീം കോടതിയിലെത്താനും അതുപോലെ രാഷ്ട്രപതിയുടെ ദയാഹർജി വരെയും കാക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇതിനുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം. ടോം, തീർച്ചയായും അതോടൊപ്പം ഈ നിർമ്മലകുമാരൻ നായരുടെ ഈ ശിക്ഷ നിലവിൽ മരവിപ്പിച്ചിട്ടുണ്ടല്ലോ, ആ കേസിന്മേൽ എന്താണ് ഹൈക്കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്? നിർമ്മല കുമാരൻ നായർ കേസിലെ മൂന്നാം പ്രതിയാണ്. നിർമ്മല കുമാരൻ നായർക്ക് കേസിൽ ജാമ്യം നൽകിയിട്ടുണ്ട് ഹൈക്കോടതി. മാത്രമല്ല, തെളിവുകൾ നശിപ്പിക്കുകയാണ് നിർമ്മല കുമാരൻ നായർ ഈ കേസിൽ നടത്തിയിട്ടുള്ളത്. കൊലപാതകത്തിൽ ഒത്താശ ചെയ്തു കൊടുക്കുകയും തെളിവുകൾ നശിപ്പിക്കുകയുമാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ള നടപടി. എന്തായാലും നിർമ്മല കുമാരൻ നായർക്ക് ജാമ്യം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ്. അതുപോലെ ഗ്രീഷ്മയുടെ ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പാറശാല ഷാരോൺ രാജ് വധക്കേസിലാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഗ്രീഷ്മയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ കീഴടങ്ങി. ഒളിവിലായിരുന്ന ഹോട്ടൽ ജീവനക്കാരായ റിയാസ്, സുരേഷ് എന്നിവരാണ് താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങിയത്. കേസിൽ ഒന്നാം പ്രതി ദേവദാസ് റിമാൻഡിലാണ്. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ സംഭവം നടന്ന് 2 ദിവസത്തിന് ശേഷമാണ് ഈ ദേവദാസ് ഒന്നാം പ്രതി, അതായത് ഹോട്ടൽ ഉടമ ദേവദാസിനെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്. പ്രതികൾ ഒളിവിലായിരുന്നാണ് പോലീസിന് തുടക്കത്തിലുള്ള നിലപാട്. അതായത് ഈ കേസിൽ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായെന്ന ആക്ഷേപമൊക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ 3 പ്രതികളും, അതായത് മറ്റു ഒളിവിലായിരുന്ന 2 പ്രതികൾ കൂടി പിടിയിലായിരിക്കുന്നത്. ഈ കേസിൽ പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത്? പോലീസിന്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ അങ്ങേയറ്റം വേഗത കുറഞ്ഞ രീതിയിലാണ് എന്നാണ് കുടുംബം ആരോപിച്ചിരുന്നത്. അതായത് പരാതിക്കാരി ഇവർ പീഡിപ്പിക്കാൻ ചെന്നപ്പോൾ ആത്മരക്ഷാർത്ഥം താഴേക്ക് ചാടി എന്ന് പറഞ്ഞാണ് ആശുപത്രിയിൽ എത്തിയപ്പോൾ മൊഴി നൽകിയത്. പക്ഷേ പോലീസ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത് ബാൽക്കണിയിൽ നിന്നും
താഴേക്ക് വീണു എന്ന രീതിയിലാണ് എന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ഇതടക്കം ഈ കേസ് ലഘൂകരിക്കുന്നതിനുള്ള പല നീക്കങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നും പറഞ്ഞു. എന്നാൽ പിന്നീട് കുടുംബം തന്നെ ഈ പീഡനത്തിന് ശ്രമിക്കുന്ന ചില ദൃശ്യങ്ങൾ, പ്രത്യേകിച്ചും ഈ ഓൺലൈൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ചെല്ലുന്നതും ഈ കുട്ടിയെ പിടിക്കുന്നതും ഈ കുട്ടി നിലവിളിക്കുന്നതും ഒക്കെയുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് വലിയ സാമൂഹ്യ സമ്മർദ്ദം പോലീസിന് മേലുണ്ടാവുന്നു. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് യുവജന സംഘടനകളും മഹിളാ സംഘടനകളും ഒക്കെ മാർച്ച് നടത്തുന്നു. വനിതാ കമ്മീഷൻ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടുന്നു. ഇങ്ങനെ പുറത്തു നിന്നുള്ള സമ്മർദ്ദം ശക്തമായതോടുകൂടിയാണ് 4 ദിവസത്തിന് ശേഷം ഈ പോലീസ് പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലും ആരംഭിച്ചത്. അങ്ങനെയാണ് എറണാകുളത്തേക്കുള്ള യാത്രാ മധ്യേ ദേവദാസിനെ കുന്നംകുളത്ത് ബസ്സിൽ വെച്ച് പോലീസ് പിടികൂടുന്നത്. പിറ്റേ ദിവസം പുലർച്ചെ തന്നെ മുക്കത്തെത്തിച്ചു. അതിനുശേഷം ഈ സംഭവം നടന്ന വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ദേവദാസ് നിലവിൽ റിമാൻഡിലാണ്. ഇന്നലെ തന്നെ പോലീസ് പറഞ്ഞത് പ്രതികൾക്ക് വേണ്ടി വലവിരിച്ചിട്ടുണ്ട്. എവിടെയാണ് പ്രതികൾ എന്നതിനെ കുറിച്ച് കൃത്യമായ ചില സൂചന